മഹാനായ ഹിശാം ബിൻ ഉർവ റഹിമഹുല്ല ആരാണ് എന്ന് രണ്ടാം ഖണ്ഡത്തിൽ വളരെ വിശദമായി നമ്മളൊന്ന് വിശദീകരിച്ച പ്രമുഖനായ താബിഈ പണ്ഡിതനാണ്. പിതാവ് ഉർവയും പ്രഗത്ഭനായ താബിഈ പണ്ഡിതനാണ്. അസ്മാ റളിയല്ലാഹു അൻഹയുടെ പേരമകൻ അഥവാ അബൂബക്കർ സിദ്ദീഖിന്റെ മകളുടെ പേരക്കുട്ടിയാണ് ഹിശാം ബിൻ ഉർവ. അതേപോലെ ആയിരക്കണക്കിന് ഹദീസുകളാണ് അദ്ദേഹം നബിയിൽ നിന്ന് അദ്ദേഹം വഴിക്ക് നമുക്ക് ഉദ്ധരിച്ചു കിട്ടിയ ഹദീസുകൾ. പിതാവ് ഉർവയാണെങ്കിൽ അതിനേക്കാളപ്പുറത്തുള്ള പ്രഗത്ഭനായ താബിഈ പ്രമുഖൻ, മദീനയിലെ ഫുഖഹാക്കളിൽപ്പെട്ട പ്രമുഖനായ കർമ്മശാസ്ത്ര പണ്ഡിതൻ, മുതിർന്ന താബിഈ പ്രമുഖൻ. സ്വഹാബിമാര് വരെ ദീനി വിഷയങ്ങളിൽ പലപ്പോഴും സംശയം ചോദിക്കാൻ വേണ്ടി അവലംബിച്ചിരുന്ന മഹാനായ ആലിമാണ് താബിഈയായ ഉർവ റളിയല്ലാഹു അൻഹു. ആയിഷ റളിയല്ലാഹു അൻഹയുമായി വളരെ അടുത്ത് ബന്ധമുണ്ടാവുകയും ആയിഷ ബീവിയുമായുള്ള ആ ഒരു കുടുംബബന്ധം കാരണമായി ആയിഷ ബീവിയുമായി അടുത്തിടപഴകി അവസരം കിട്ടുകയും ആയിഷ ബീവിയിൽ നിന്ന് ധാരാളം ഹദീസുകളെ പഠിക്കുകയും കേൾക്കുകയും അത് സമൂഹത്തിന് പകർന്നു കൊടുക്കുകയും ചെയ്തവർ. പിതാവും പിതാമഹനും സ്വഹാബിമാരാണ്. അതാണ് ഉർവയുടെ മറ്റൊരു പ്രത്യേകത. ആ ഉർവയിൽ നിന്ന് ധാരാളം ആളുകൾ ഹിശാമിൽ നിന്നും ഉർവയിൽ നിന്നുമൊക്കെ ഹദീസ് ഉദ്ധരിച്ചു. സ്ക്രീനിൽ കാണാം നിങ്ങൾക്ക്, നമ്മൾ അന്ന് കാണിച്ചതാണ്. ഹിശാമിന് ഉർവ ഉദ്ധരിച്ച റാവിമാര്, ഹിശാമിന് ഉർവയെ ഉദ്ധരിച്ച റാവിമാർ രണ്ടും ഹിശാമിൽ നിന്ന് ഉദ്ധരിച്ചവരും ഹിശാം ആരിൽ നിന്നെല്ലാം ഉദ്ധരിച്ചു. അതും ഏതാനും സാമ്പിളുകൾ മാത്രം നമ്മൾ അവിടെ കാണിച്ചിട്ടുണ്ട്. ഈ ഹിശാമിനെ കുറിച്ച് നിങ്ങൾ പ്രഖ്യാപിച്ച പ്രഖ്യാപനമാണ് ഹിശാം കല്ലാബാണ് എന്നത്. കല്ലാബാണ്, പെരും നുണയാണ് എന്ന് കിതാബിൽ തട്ടിപ്പ് നടത്തി കിതാബിൽ കട്ടുമുടിച്ചുകൊണ്ട് വായിച്ചതായിരുന്നു ഹിശാം കല്ലാബാണ് എന്നത്. കേൾക്കാൻ നമുക്ക് ആ ഒരു പ്രസംഗത്തിന്റെ ഭാഗം. ഹദ്ദസനി ഹിശാം. എന്താ എന്നോട് ഹിശാം പറഞ്ഞത്? കാലലി മാലിക് ഹിശാം ബിൻ ഉർവ കദ്ദാബ്. കാല അഹമ്മദ്. ഈ അഹമ്മദ് ആണ് വഹുവ അൽ അസ്റ. ക്ലിയർ അല്ല? എന്താ പറഞ്ഞത്? ഹിശാം ബിൻ ഉർവ കദ്ദാബ്. ഹിശാം ബിൻ ഉർവ കദ്ദാബാണ് എന്നാണ് ലോകത്ത് ഒരാളും പറയാത്ത, ലോകത്ത് ഒരാളും പറഞ്ഞിട്ടില്ലാത്ത ഒരു വിമർശനം കിതാബിൽ നിന്ന് അപ്പുറപ്പുറം കട്ട് ഒരു കഷ്ടം മാത്രം എടുത്ത് അത് തെളിവായി വാദമായി ഉദ്ധരിക്കുകയാണ് ഇവർ ചെയ്തത്. ആ ഹിശാം ബിൻ ഉർവ എന്ന് പറയുന്ന പ്രഗത്ഭനായ താബിഈ വര്യൻ, താബിഈയുടെ മകൻ, സ്വഹാബിയുടെ പേരമകൻ, വല്ലിപ്പയും സ്വഹാബി, വല്ലിപ്പാന്റെ ബാപ്പയും സ്വഹാബി, ആയിഷ ബീവിയുമായി അടുത്ത് ബന്ധമുള്ളവർ, ആയിഷ ബീവിയുടെ സഹോദരിയുടെ പേരക്കുട്ടി, ആയിഷ ബീവിയുമായി വർഷങ്ങൾ സഹവസിച്ചവർ, ആയിഷ ബീവിയിൽ നിന്ന് ധാരാളം ഹദീസ് പഠിച്ചവർ, സ്വഹാബിമാര് പോലും ദീനിൽ സംശയം ചോദിക്കാൻ സമീപിച്ച പണ്ഡിതൻ. അതാണ് ഹിശാം ബിൻ ഉർവ. ഉർവ, ആ ഉർവയുടെ മകനാണ് ഹിശാം. രണ്ടുപേരും അധികായകന്മാരാണ്. ഈ ഹിശാം ബിൻ ഉർവയിൽ നിന്ന് മാത്രം 2518 ഹദീസുകളാണ് നമുക്ക് സ്വഹീഹായി ഉദ്ധരിച്ച് കിട്ടിയത്. 12 കിതാബിൽ മാത്രം കേട്ടോ, മൊത്തല്ല. നമ്മളന്ന് പറഞ്ഞാണ് 12 കിതാബ് കുതുബുസിത്ത് അടക്കമുള്ള 12 ഗ്രന്ഥങ്ങൾ, ബുഖാരി, മുസ്ലിം, അബൂദാവൂദ്, തിർമിദി, നസായി, ഇബ്നു മാജ, അഹ്മദ്, ഇമാം മാലിക്, മുവത്ത, ദാരിമി അടക്കമുള്ള 12 ഗ്രന്ഥങ്ങളിൽ മാത്രമായി 2518 ഹദീസുകൾ നബിതങ്ങളിൽ നിന്ന് നമുക്ക് ലഭിച്ചത് ഹിശാം ബിൻ ഉർവ വഴിയാണ് റഹിമഹുല്ലാ. ആ ഹിശാമിനെ കുറിച്ചാണ് ഇവർ പറഞ്ഞത് കല്ലാബാണ്, പെരും നുണയനാണ്, കള്ളനാണ് എന്ന അർത്ഥത്തിലാണ് ഇവർ പ്രയോഗിച്ചത്.